പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നയനയോട് നമ്മുടെ പുറത്തേക്കുള്ള വഴി എളുപ്പമാവുമോ എന്നുള്ളത്. അപ്പോൾ നയന പറയുകയും ചെയ്യുന്നുണ്ട്, അങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ അങ്ങ് പോകണം, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നീ ഈ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ്, നിനക്ക് എന്തുണ്ടെങ്കിലും ആദർശേട്ടനോട് പറയാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല, അഭിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവൻ മുതലെടുക്കും, അതുപോലെ തന്നെ അവൻ്റെ അമ്മേനോട് പറയും, പിന്നെ അത് വലിയൊരു പ്രശ്നമാക്കും. എന്തായാലും നീ ഭാഗ്യവതിയാണ്, ഈ കാര്യത്തിൽ ആദർശേട്ടനോട് എന്തും തുറന്നു പറയാലോ എന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും ഓരോ പോരായ്മകളുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം തട്ടി നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമാണ്. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പോലെ ചിലരുണ്ട് ഈ വീട്ടിൽ എന്ന് പറയും കേട്ടോ. പിന്നീട് നയന നിർമ്മലിനെ കാണാൻ പോകുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം നവ്യയ്ക്കാണെങ്കിലും ആകെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചേച്ചി എന്തിനാ പേടിക്കുന്നത്, എന്തായാലും നമുക്ക് ഇന്ന് അവനെ കണ്ടേ പറ്റുള്ളൂ, അവനെ അടിച്ച് ശരിയാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ നയന സംസാരിക്കുന്നത്. പിന്നീട് എന്തായാലും ചേച്ചി റെഡി ആയിട്ടിരിക്കും, ഞാനും റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കനകേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കനക വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഗോവിന്ദേട്ട നമ്മുടെ മോള് എന്ത് ഉഷാറോടുകൂടി നടന്നിരുന്നതാണ്, ഇപ്പോൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിയല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഇനി കുറച്ചൊക്കെ ഒന്ന് അടങ്ങി ജീവിക്കട്ടെ, അവളിങ്ങനെ ആൺകുട്ടികളുടെ കൂടെ കറങ്ങി നടന്നാലും നമുക്ക് പേടിയൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ പുറത്തു പോയാലും നമുക്കൊരു ടെൻഷനല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനാമിക കനകയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയാണ് എന്ന് പറയും. അപ്പോൾ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും അനിയും കൂടെ വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് അനി നന്ദുവിനെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നന്ദുവിനോട് വരണ്ടെന്നൊന്ന് ആൻറ്റി പറയണം കേട്ടോ എന്ന് പറയും. അവൾ വന്നിട്ടുണ്ടെങ്കിൽ നന്ദു പറയുന്ന കാർഡ് മാത്രമേ അനി സെലക്ട് ചെയ്യുള്ളൂ, പക്ഷേ എൻ്റെ വിവാഹമല്ലേ, അപ്പോൾ എനിക്ക് എന്താ സെലക്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനോടൊന്ന് വരണ്ടെന്ന് ആൻറ്റി പറയണമെന്ന് പറയും. പിന്നീട് അനാമിക വിളിച്ച കാര്യം അവരോടും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അത് മോൾക്ക് തന്നെ നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴാണ് അനാമിക പറയുന്നത്, അത് ശരിയാവില്ല, അപ്പം എനിക്കത് ഇഷ്ടാവില്ല, ആൻറ്റി തന്നെ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. പിന്നീട് അനാമിക എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം ഗോവിന്ദനോട് പറയാനുണ്ട്. അപ്പോൾ ഗോവിന്ദനും ആകത്താവുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായല്ലോ, അങ്ങനെ അനി നമ്മുടെ മോക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്, അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ അനന്തപുരിയിൽ ഫംഗ്ഷൻ നടന്ന സമയത്തൊക്കെ അനാമികേനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മോളെയാണ് വിളിച്ചത്, അന്ന് എനിക്ക് സംശയമില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ അനിമോൻ്റെ ഫോട്ടോയുടെ പിറകിൽ നമ്മുടെ മോൾ ഐ ലവ് യു എന്ന് എഴുതിയത് കണ്ടപ്പോഴാണ് ആ സംശയം കൂടി വന്നത് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മോളുടെ ഈ കാര്യം എന്തായാലും അവരുടെ വിവാഹ ജീവിതത്തിൽ എന്തായാലും ഒരു ചർച്ചയാവും, അപ്പോൾ അതെന്തായാലും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് അവിടെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നന്ദുവിനെ ധൈര്യത്തോടെ കൂട്ടി അവിടേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അവളെ പറഞ്ഞ് തിരുത്തണം, ഇനിയിപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കാൻ ഇട വരുത്തരുത്, അവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന രീതിയിൽ മാത്രമായിരിക്കണം ഇങ്ങനെ ആ മോളോടൊക്കെ പറയേണ്ടത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ മോള് അതിനൊരു കാരണക്കാരി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാനെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനും കനകേനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനോട് കനക ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താ അവളൊന്ന് ഉപദേശിച്ചൂടെ എന്നൊക്കെ, ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഉപദേശിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ കനകയ്ക്കും ആകെ സങ്കടമാണ്. പിന്നീട് നൈനയും നവിയും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ, നിർമ്മലിനെ കാണാനായിട്ട്. അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നവിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ പേടിച്ച് ചേച്ചി ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് ഇരുന്നോ, എന്തായാലും അവന് നമ്മളിവിടെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും, അപ്പോൾ ഇവിടെ എല്ലാവരും അറിയും, അതിനുള്ള ഒരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. നമുക്ക് എന്തായാലും അവനെ പോയിട്ട് കണ്ടുപിടിക്കുക, അവിടെ അവനെ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കുക, ചേച്ചി വന്നേന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നന്ദും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അവൾ ഏത് ജിമ്മനാണെങ്കിലും ഇടിച്ചിടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളെ വിളിക്കേണ്ട, അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്, പഴയ ചുറുചുറുക്കൊന്നും അവൾക്കില്ല, എന്തായാലും അവളെ വിളിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവളെ വിളിച്ചാലും ഏത് ജിമ്മനായാലും അവളെ ഇടിച്ച് ശരിയാക്കി കളയും, കിടത്തി കളയും എന്ന് പറയണം. എന്നിട്ട് നവ്യനെയും പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ, വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദർശ് ഇവർ പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവർ നിർമ്മലിനെ കാണാനായിരിക്കും പോകുന്നത്, എന്തായാലും അങ്ങനെ നവ്യയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിലും നയന അങ്ങനെ കള്ളങ്ങളൊന്നും പറയില്ലല്ലോ അധികം. അപ്പോൾ എന്തായാലും അവരെ ഫോളോ ചെയ്യണം, ഈ വേഷത്തിൽ പോയാൽ ശരിയാവില്ല, എന്തായാലും വേഷം മാറാം, ഏത് വേഷം ധരിക്കുക എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്.
പിന്നീട് നവിയും നൈനയും കൂടി നിർമ്മൽ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അവൻ ഏതോ ഒരു ജിമ്മൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്ക് വരാനായിട്ടാവും കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ വരാനാണ് പറഞ്ഞത്. അവനിവിടെ ഒരു ജിമ്മ് നടത്തുന്നുണ്ട്, അവിടെ എന്നും വരുന്ന ജിമ്മാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നൈന പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല, എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് അന്വേഷിക്കാം. അവൻ എന്നും വരുന്നതാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അവനെ പരിചയം കാണുമല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആദർശം അവിടേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്താ ഇവിടെ വെച്ചായിരിക്കും നിർമ്മൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അവനെ കണ്ടാൽ ഇടിച്ച് ശരിപ്പെടുത്തണം എന്നൊക്കെ ആദർശം മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവരിങ്ങനെ നവ്യയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ. നമ്മളെ രണ്ടുപേരെയും കണ്ടാൽ ചിലപ്പോൾ അവൻ വരാനുള്ള സാധ്യതയില്ല, അപ്പോൾ അവൻ്റെ ചാരന്മാരെയൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നൈനയോട്. പിന്നീട് നൈന ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നവ്യനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെന്താ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട്, അപ്പോൾ ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും അവർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഓർത്ത് ആദർശം അവരുടെ പിറകെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അനീനെ കാണിക്കുന്നുണ്ട്. അപ്പം അനിയാണെങ്കിലും ഇങ്ങനെ നന്ദുവിൻ്റെ ശബ്ദം കേട്ടാൽ കൊള്ളായിരുന്നു, നന്ദുവിൻ്റെ ശബ്ദം കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് അനാമിക വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോള് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവളിങ്ങനെ 2 പ്രാവശ്യമൊക്കെ വിളിക്കുന്നുണ്ട്, അപ്പോഴും കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ. എനിക്കാണെങ്കിലും അനാമിക വിളിക്കുന്നത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഏത് സമയം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചെങ്കിലും അവൾ എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടില്ല എന്നൊക്കെ അനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നേരെ ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്ദുവിൻ്റെ ഫോൺ അടിക്കുന്ന സമയത്ത് കനകയാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാ ഈ ചെക്കൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലുമൊക്കെ നന്ദുവിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് നിൽക്കുമ്പോഴേക്കും അനന്തപുരിയിലെ ഈ പയ്യൻ എപ്പോഴും അവളെ വിളിച്ച് മനസ്സിളക്കുകയാണല്ലോ എന്നൊക്കെ അങ്ങനെ ഓർത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. പിന്നീട് അനിയനോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ മോനെ വിളിച്ചതെന്നൊക്കെ ചോദിക്കും. ആൻറ്റി ഞാൻ അനിയാണെന്ന് പറയുമ്പോൾ മനസ്സിലായി മോനെ എന്താ വിളിച്ചതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ബാത്റൂമിലാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വിളിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ എന്തിനാ മോനെ ഇങ്ങനെ വെറുതെ വിളിക്കുന്നത്, മോൻ്റെ കല്യാണമൊക്കെ ആയതല്ലേ, അവിടെ ഒരുപാട് തിരക്കുണ്ടാവില്ലേ, കല്യാണം വിളിയൊന്നും തുടങ്ങിയിട്ടില്ല എന്നാണല്ലോ അറിഞ്ഞത്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കണ്ടേ, അതൊന്നും മുടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നന്ദുവിനോട് പറയണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ വിളിച്ചോളാം പറഞ്ഞിട്ട് ഞാൻ ഈ കോള് കട്ട് ചെയ്യും കേട്ടോ. പിന്നീട് നൈനയും അതുപോലെ തന്നെ നവ്യയും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ നിർമ്മലിനെ അവിടെയൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യനോട്, ചേച്ചി അവനെ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയാം. അപ്പോൾ നവ്യ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും ഫോണ്. അപ്പോൾ ആദർശാണെങ്കിലും അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെയറിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ചാരന്മാരൊക്കെ ആരെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടാവും, നമ്മൾ രണ്ടുപേരും ഉണ്ടായതുകൊണ്ടായിരിക്കും അവൻ വരാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ റിംഗ് ടോണൊക്കെ നൈനയ്ക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് നൈന അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആദർശ് ഫോൺ എടുത്തിട്ട് കുറച്ച് ബിസിയാണ്, പിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ, ആദർശാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നൈന ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കുന്നതെന്ന്. അല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ചിരിച്ചതാണെന്നൊക്കെ പറയാം. പിന്നീട് ഇങ്ങനെ ആദർശിനെ തന്നെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ സിംഗ് കുറേ നേരമായി നമ്മളെ തന്നെ നോക്കുന്നേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാനും അതന്നെ ശ്രദ്ധിച്ചു, എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ആ മാനേജരോടൊന്ന് നിർമ്മലിനെ കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് നിർമ്മലിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇയാളെ അറിയുമെന്ന്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ഇത് നിർമ്മലല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ അറിയോ, അയാൾ എങ്ങനെയാണ് ആളെന്നൊക്കെ ചോദിക്കുമ്പോൾ മാന്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണാലോചനയാണെന്നൊക്കെ മാനേജർ ചോദിക്കും കേട്ടോ. അല്ല, വേറൊരു ആവശ്യത്തിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ആദർശ് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആ സിംഗ് ഞങ്ങളെ കുറേ സമയമായി ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മാനേജർ പറയും, നിങ്ങൾ വാഷ്റൂമിലേക്ക് പോയിക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശം അവരവിടുന്ന് പോകുന്ന സമയത്ത് അവിടുന്ന് എണീറ്റ് അവരുടെ പിറകെ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മാനേജർ ഇങ്ങനെ ആദർശിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും സമയം അവരെ നോക്കി ശല്യം ചെയ്തത് പോരെ, ഇനിയിപ്പോൾ അവരുടെ പിറകെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഭാര്യയാണെന്ന് ആദർശ് പറയും കേട്ടോ. അപ്പോൾ നൈനയൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയോട് ചോദിക്കുന്നുണ്ട്, കുട്ടി ഇയാളുടെ ഭാര്യയാണെന്ന് ചോദിക്കും. അല്ല, ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയെന്ന് പറഞ്ഞിട്ട് നൈനയും നവിയും കൂടി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് താൻ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിനക്കിപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഗും അതുപോലെ തന്നെ താടിയെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നൈനി ആദർശം കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അവളുടെ കൂടെ നിൽക്കുന്നത് ഞാനാണ്, ഇപ്പം എങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കും. അത് ശരിയാണല്ലോ എന്ന് പറയും. പിന്നെ എന്തിനാ താനിങ്ങനെ വേഷം മാറി വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഓ നിനക്ക് ഭാര്യനെ സംശയമായിരിക്കുമല്ലേ, അപ്പോൾ ആ കുട്ടീനെ കണ്ടാൽ തന്നെ അറിയാലോ നല്ലൊരു കുട്ടിയാണെന്നുള്ളത്, ഇങ്ങനത്തെ
പെൺകുട്ടികളൊക്കെ കിട്ടിയാൽ കൈവെള്ളയിൽ കൊണ്ട് നടക്കണം എന്ന് പറയുന്ന സമയത്ത് ആദർശിന് ഇഷ്ടമാവുന്നില്ല കേട്ടോ. താൻ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നിനക്ക് സംശയരോഗമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജറും ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും ഇതെല്ലാം കൊളായല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.